ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നയതന്ത്ര നീക്കം ശക്തമാക്കി അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഞായറാഴ്ച പശ്ചിമേഷ്യയിലേക്ക് തിരിക്കും. ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ തിരക്കിട്ട ശ്രമങ്ങളിലാണ് ഹമാസ്. അതേസമയം വെടിനിർത്തിയിട്ടും ഗസക്കാർ പട്ടിണിയിലാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണവും മരുന്നും ഇസ്രായേൽ കടത്തിവിടുന്നില്ല. രഫ അതിർത്തി ഉടൻ തുറക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഗസയിലെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ നടപടി തുടർന്നാൽ ഹമാസിനെ അമർച്ച ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങൾ നൽകാനായി MCA നാസർ ചേരുകയാണ്. MCA, ബന്ദികളെ വിട്ടു നൽകി കഴിഞ്ഞു. ഇനി കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളാണ് കൈമാറാനുള്ളത്. അതിൽ ചില മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചിലരുടെ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയിലുള്ള ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു കാലതാമസം അതാണോ നിലവിലെ ഒരു അനിശ്ചിതത്വങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? അതുകൊണ്ടുകൂടിയാണോ ഈ ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഒക്കെ ഗസയിലേക്ക് കടത്തിവിടാതെ ഇസ്രായേൽ തടഞ്ഞുവെക്കുന്നത്? തീർച്ചയായിട്ടും ബന്ദികളുടെ മൃതദേഹം തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് നെതന്യാഹു ഭരണകൂടം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് മുകളിൽ വലിയ സമ്മർദ്ദം തുടരുന്നുണ്ട്. കാരണം ബന്ദികളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് ഹമാസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ ബോധപൂർവം തന്നെ ഈ മൃതദേഹം കൈമാറുന്നത് വൈകിക്കുന്നു എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ നേതൃത്വം ഉന്നയിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഫലസ്തീനികളുടെ മൃതദേഹം 360 എണ്ണം കൈമാറേണ്ടത് ഇപ്പോൾ ഇതിനകം 120 മൃതദേഹങ്ങൾ മാത്രമാണ് ഇസ്രായേൽ നേതൃത്വം കൈമാറിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കൈമാറിയ മൃതദേഹങ്ങളിൽ നിരവധി അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ നടന്ന, കൊലപ്പെടുത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെയും ഔദ്യോഗികമായി തന്നെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും വരുന്നില്ല. ഇനിയും ഇപ്പോൾ 360-ൽ 120 കഴിഞ്ഞാൽ ബാക്കി മൃതദേഹങ്ങൾ പോലും അതെപ്പോൾ ഇസ്രായേൽ കൈമാറും എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല. പക്ഷേ അതേസമയം ഈ ബന്ദികളുടെ 28 മൃതദേഹങ്ങളിൽ 9 എണ്ണം ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രക്രിയ ഹമാസിന്റെ മേൽനോട്ടത്തിൽ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ട്രംപിനും ഇക്കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപ് 2 ദിവസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഇത് വളരെ സങ്കീർണമാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത്. കാരണം വലിയ ആക്രമണം, വലിയൊരു യുദ്ധം നടന്നതിനു ശേഷം ആ പ്രദേശത്തെ അരിച്ചു പെറുക്കി ആ പ്രദേശത്ത് എവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത് എന്നത് കണ്ടെത്താൻ കുറേ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കുറെ കൂടി സമയം ഹമാസിന് കൊടുക്കണം എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമായിരുന്നു നേരത്തെ ട്രംപ് നടത്തിയത്. പക്ഷേ അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സമ്മർദ്ദത്തിലൂടെയാണെങ്കിലും ഈ മൃതദേഹം എത്തിക്കാനുള്ള നീക്കങ്ങൾ താൻ തുടരുമെന്നാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് മേഖലയിലേക്ക് വരുന്നത്. അദ്ദേഹം ഈജിപ്ത് സന്ദർശിക്കുന്നുണ്ട്, ഇസ്രായേലും അദ്ദേഹം സന്ദർശിക്കും. ഒരുപക്ഷെ ഗസയിലും സ്റ്റീവ് വിറ്റ്കോഫ് സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ദിവ്യ, ഇതിൽ സ്റ്റീവ് വിറ്റ്കോഫ് പശ്ചിമേഷ്യയിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് എന്നോണം ട്രംപിന്റെ ഒരു താക്കീത് കൂടി വന്നിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ച, തുടർ ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിച്ചു വരുന്നത്? ഇതിലിപ്പോൾ ഇന്നലെ ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് കുറെ കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെ. കാരണം ഇതും 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞത് ഈ സായുധ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഹമാസ് ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് അതേ ട്രംപ് തന്നെയാണ് ഇന്നലെ രാത്രി നിലപാട് മാറ്റിയിരിക്കുന്നതും. അദ്ദേഹം ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം കൊലകൾ ഹമാസ് നടത്തുകയാണെങ്കിൽ ഹമാസിനെ കൊലപ്പെടുത്തുന്ന കാര്യം താൻ ഏറ്റെടുക്കും എന്ന അർത്ഥത്തിലുള്ള വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഹമാസിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും വരുന്നതിനുള്ള വലിയ തടസ്സം നിലനിൽക്കുകയാണ്. കുറഞ്ഞ ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഈ ട്രക്കുകൾക്ക് കൂടുതൽ സുഗമമായിട്ട് ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള നടപടികൾ പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. ഇക്കാര്യത്തിൽ ഹമാസും ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ തങ്ങളുടെ ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് റഫ അതിർത്തി തുറക്കുകയും കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് കയറ്റിവിട്ടിട്ടില്ല എങ്കിൽ നിലവിലുള്ള ആ പട്ടിണിയുടെ വ്യാപ്തി കൂടും. അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിലൊന്നാണ് നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കയറ്റിവിടും. അതോടൊപ്പം തന്നെ മറ്റെല്ലാ ഉപകരണങ്ങളും ഈ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം അയക്കുമെന്ന് പറഞ്ഞിട്ടും ഈ ദിവസങ്ങളായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട നടപടികളും വളരെ മന്ദഗതിയിൽ മാത്രമാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ സ്റ്റീവ് വിറ്റ്കോഫ് വരുമ്പോൾ തീർച്ചയായിട്ടും ഗസയിലെ അധികൃതരുമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന സ്റ്റീവ് വിറ്റ്കോഫ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വന്നത്. വ്യാപകമായ ഷെല്ലാക്രമണവും ഗസയിൽ നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദിവ്യ, കാരണം 2 ദിവസം പിന്നിട്ട് 3 ദിവസങ്ങളിലും ആക്രമണം നടന്നിരുന്നു. നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. ഷെല്ലാക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇതൊക്കെയും ഈ വെടിനിർത്തൽ കരാറുള്ള അതേ ഘട്ടത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ വർഷം ലബനാനിലെ ഹിസ്ബുല്ലയുമായി നടത്തിയിരിക്കുന്ന വെടിനിർത്തലിന്റെ ഭാവിയും അത് തന്നെയാണ്. ഈ കരാർ നിലനിൽക്കെ തന്നെയാണ് അതിനെ അട്ടിമറിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ, കടന്നുകയറ്റ നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ ബോംബാക്രമണം ഇതൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമാധാനം പുലരാത്ത ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ച സ്റ്റീവ് വിറ്റ്കോഫ് പശ്ചിമേഷ്യയിലേക്ക് തീകൂജയും അതിനിടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാനുള്ള തിരക്കിട്ട ശ്രമത്തിൽ തന്നെയാണ് ഹമാസ് ഉള്ളത്. 30 മൃതദേഹങ്ങൾ കൂടി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്. റഫ അതിർത്തി കടന്ന് ഗസയിലേക്ക് സൗദിയുടെ സഹായം. ഇന്നലെയാണ് പുതിയ ബാച്ച് സഹായ സാമഗ്രികൾ അതിർത്തിയിലൂടെ എത്തിച്ചത്. ഗസ മുനമ്പിന്റെ തെക്ക് കിഴക്കായുള്ള കറം അബു സാലിം അതിർത്തിയിലേക്കാണ് സഹായങ്ങൾ കൊണ്ടുപോയത്. കിങ് സൽമാൻ സെന്റർ ഫോർ റിലീഫ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആണ് ഈ സഹായം എത്തിക്കുന്നത്. സൗദിയിലെ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണിത്. ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്കാണ് ഇനി കടക്കുന്നത്. സൗദിയിലെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി, ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി തുടങ്ങിയ 4 മേഖലയിലായിട്ടാണ് കൂടുതൽ സൗദികൾ നിയമിക്കാൻ പോകുന്നത്. ബഹ്റൈനിലേക്ക് വന്നാൽ ബഹ്റൈനിലെ കേരള സമാജത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദുബായ് നഗരത്തിലാണെങ്കിൽ ദീപാവലി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനും ബഹ്റൈനിൽ നിന്ന് ഷെഫി ഷാജഹാനും ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം സൗദിയിലേക്ക് പോകാം. സൗദിയിലെ ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സൗദിവൽക്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖലയിലായിട്ടാണ് സൗദിവൽക്കരണം വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഓരോ സ്ഥാപനത്തിലെയും ആകെയുള്ള ജോലികളിൽ 70% വരെ ജീവനക്കാർ സൗദികളായിരിക്കണം എന്നതാണ് നിബന്ധന വരുന്നത്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഫ്താബ്, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതലായി സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്? സൗദിയിലെ വിവിധ മേഖലകൾ തുടരുന്ന സൗദിവൽക്കരണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച 4 മേഖലയിലെ സൗദിവൽക്കരണം. ഇത് 4ഉം ആരോഗ്യ മേഖലയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയും തെറാപ്യൂട്ടിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഈ 2 മേഖലയാണ്. ഈ 2 മേഖലയിലും 80% സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മേഖലയിലുള്ള ആകെയുള്ള തൊഴിലിന്റെ 80% ജീവനക്കാരും ഇനി സൗദി പൗരന്മാരായി ഘട്ടം ഘട്ടമായി മാറും. മറ്റൊരു മേഖല പ്രധാനപ്പെട്ടത് മെഡിക്കൽ ലാബോറട്ടറി മേഖലകളാണ്. ഇതിൽ 70% വരെയാണ് സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊന്ന് റേഡിയോളജി വകുപ്പാണ്. ഇതിൽ 60% സൗദിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നിയമിക്കുന്ന ഓരോ സൗദി പൗരന്മാർക്കും നൽകേണ്ട ശമ്പളം സംബന്ധിച്ചുള്ള നിബന്ധനകളും സൗദി തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ മേഖലയിലെ സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള സ്റ്റാർട്ടിംഗ് ശമ്പളം അല്ലെങ്കിൽ തുടക്ക ശമ്പളം 7000 റിയാലായിരിക്കും. അതോടൊപ്പം തന്നെ സാങ്കേതിക മേഖലയിലുള്ള ടെക്നിക്കൽ സ്റ്റാഫുകൾക്കുള്ള ശമ്പളം 5000 റിയാലായിരിക്കും എന്നുള്ളതും തൊഴിൽ മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ അത് നടപ്പാക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, സൗദിയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഈ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിർദ്ദേശം വിവിധ മന്ത്രാലയങ്ങൾ വഴി അവരിലേക്ക് എത്തുകയും ചെയ്യും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ഈ രംഗത്ത് ലഭ്യമായിട്ടുള്ള സൗദികളെ വേഗത്തിൽ നിയമിക്കുന്നതിനാണ് പരിഗണന നൽകുക. അതോടൊപ്പം തന്നെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ മേഖലയിൽ, അവരുടെ ഈ രംഗത്തുള്ള 4 മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും മന്ത്രാലയത്തിന് കൈമാറേണ്ടി വരും.
യെസ്, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി ബഹ്റൈനിലേക്ക് പോകാം. ബഹ്റൈനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള കേരളീയ സമാജത്തിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷഫി ഷാജഹാനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷഫി, കേരളീയ സമാജത്തിൽ വലിയ ജനക്കൂട്ടം തന്നെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് പരിപാടി ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്? നമ്മളിപ്പോഴുള്ളത് ബഹ്റൈനിലെ കേരളീയ സമാജത്തിന്റെ വേദിയിലാണ്. ഇവിടെ വെച്ച് 6:30 നടക്കുന്ന പരിപാടിയിലാണ്, പ്രവാസി മലയാളം സംഗമം പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ആദ്യമായി പ്രവാസികളോട് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കേൾക്കാനായി ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവാസി സമൂഹത്തിനും പ്രവാസികൾക്കും അനുകൂലമാകുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പ്രവാസികൾ. അതോടൊപ്പം പറയേണ്ടത്, മുഖ്യമന്ത്രിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബും യൂസുഫ് അലിയും അടക്കമുള്ള പ്രമുഖർ ഈ പരിപാടി മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ബഹ്റൈനിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടകനായിട്ടായിരിക്കും പങ്കെടുക്കുക. കേരളീയ സമാജത്തിന്റെ വേദിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇവിടുത്തെ സംഘാടകരും വിവിധ സാംസ്കാരിക മലയാളി പ്രവാസി കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് ഒരുക്കുന്നത്. 2017 ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 8 വർഷത്തിന് ശേഷം അദ്ദേഹം എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പരിപാടിക്ക്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, UDF അനുകൂല പ്രവാസി സംഘടനകൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണമായി അവർ പറയുന്നത്, മുൻപ് 2017 അദ്ദേഹം മുഖ്യമന്ത്രി ബഹ്റൈനിൽ എത്തിയ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും മുഖ്യമന്ത്രി പാലിച്ചിട്ടില്ല. അന്ന് പ്രഖ്യാപിച്ചതിൽ ലോക കേരള സഭ മാത്രമാണ് നടപ്പിലാക്കിയത്. കേരള പബ്ലിക് സ്കൂൾ, കേരള എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ വിവിധ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടപ്പാക്കിയിട്ടില്ല. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി മാത്രമാണ് അദ്ദേഹത്തിന്റെ വരവിനെ കാണുന്നതും അതുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പുറത്ത് പ്രതിഭ അടക്കമുള്ള CPM അനുകൂല സംഘടനകളും മറ്റു വിവിധ സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ ചേർന്ന് ഈ പരിപാടി ഗംഭീരമാക്കാൻ ഉള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വേദിയിൽ 3000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന വേദിയാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിലുള്ളത്. അതിന് പുറത്തും ആളുകളുണ്ട്. ഇവിടെ LED സ്ക്രീനുകളും മറ്റുമൊക്കെ സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരി, ഷഫി ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടെ ബഹ്റൈൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. 2017 ഫെബ്രുവരി 9 ഇവിടെ വന്ന കാര്യം, അന്ന് ഒരു രാജകുടുംബത്തിന്റെ ക്ഷണമനുസരിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനിവിടെ വന്നത്. അന്നത്തെ പരിപാടിയിൽ നമ്മോടൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ശ്രീ ദിലീപിള്ളക്ക് ഇന്ന് പ്രത്യേകമായ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം അറിയിച്ചത്, ഇന്ന് ഈ പരിപാടിയോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അബുദാബിയിൽ പരിപാടിയാകുമ്പോഴേക്ക് രാവിലെ എത്തും എന്നും അദ്ദേഹം അറിയിക്കുകയും. പരിപാടിയുടെ പ്രത്യേകത, ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ ശ്രീ യൂസുഫ് അലി എന്നോട് പറഞ്ഞു, ഈ ഹാളിൽ ഇരിക്കുന്നതിന്റെ 2 ആളുകൾ പുറത്താണ്. ഞാൻ പറഞ്ഞു, ആ കണക്ക് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 അല്ല, അതിനേക്കാളും കൂടുതലാണ് അങ്ങനെ ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും അതിനിടയ്ക്ക് നിങ്ങളിൽ ചേർത്ത് കാണിക്കുന്ന കുസൃതികളും എന്തെങ്കിലും അതെല്ലാം ഒരു പിതൃവാത്സല്യത്തോടെ അംഗീകരിച്ചിരുന്ന ബഹ്റൈൻ ഭരണകൂടത്തോടും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം പുരോഗമിച്ചു വരികയാണ്. അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബഹ്റൈൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പ്രവാസികളുടെ ദീപാവലി ആഘോഷങ്ങളിലേക്കാണ് പോകാനുള്ളത്. ദുബായ് നഗരത്തിൽ വർണ്ണാഭമായ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. നൂർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന പേരിലാണ് 10 ദിവസം നീളുന്ന ആഘോഷം. ഉശിരൻ വെടിക്കെട്ടും ദുബായ് പോലീസിന്റെ ബാൻഡ് മേളവുമൊക്കെയായിരുന്നു ഇന്നത്തെ ആകർഷണം. നാളെ സംഗീത സംവിധായകൻ ഇളയരാജ ദുബായ് ഓപ്പറയിൽ എത്തുന്നുണ്ട്. ഷിനോജ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിനോജ്, ഇവിടെ നാട്ടിൽ നമ്മൾ ദീപാവലി ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് ദീപാവലി.
പക്ഷെ അവിടെ ദുബായിലാണെങ്കിൽ ഓൾറെഡി ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വർണ്ണാഭമായ വിപുലമായ ആഘോഷ പരിപാടികളാണോ അവിടെ ഒരുക്കിയിട്ടുള്ളത്? ദുബായ് ദീപാവലിയെ നേരത്തെ വരവേൽക്കുകയാണ്. ഇന്നു മുതൽ 26 വരെയാണ് ദുബൈയിലെ പ്രധാന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ദുബായ് സർക്കാരിൻ്റെ തന്നെ സഹകരണത്തോടെ അതേപോലെ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഒക്കെ ഭാഗഭാക്കായാണ് ഈ വലിയ മേള നടക്കുന്നത്. ദുബായ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളുള്ളത് സീഫ് സൂക്കിലാണ്. ഇവിടെയാണ് പ്രധാന വേദി. ഇവിടെ ഇന്നും നാളെയും പരിപാടികളുണ്ട്. നമുക്ക് Consul General Satish Kumar Shivan's വാക്കുകളിലേക്ക് പോകാം. They were very ready to partner with the consulate, and they said that they are always there for the Indian community, and they have shown that with their support to this Noor, the Festival of Lights, and consulate is also happy to be a part of this. Continuous celebrations from fireworks to live events like a Noor Festival to big retail promotions across the city. You have a lot of gold and jewelry offers and big raffle draws with prizes up to $500,000 dirhams just during the Diwali period alone. എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലേ, അത് ഇവിടെ ദുബായിൽ ഇവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ ഇത്രയും സെറ്റപ്പായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. നോർമലി മെയിൻലി ഫയർ വർക്ക് കാണാനാണ് എപ്പോഴും വരാറുള്ളത്. പിന്നെ ഓരോ തവണ വരുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് മെയിൻലി ഒരു ആകാംക്ഷ ഉള്ളത്, എങ്ങനെ ആയിരിക്കും ഓരോ കാര്യങ്ങളെന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതും എൻജോയ് ചെയ്യാം. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു എൻജോയ്മെന്റ് ഫാമിലി ആയിട്ടായാലും പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട്. തുടർച്ചയായി 2ാം തവണയാണ് ദുബായ് ഇത്രയും വിപുലമായ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇളയരാജ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ദുബായ് ഓപ്പറയിലാണ് ഇളയരാജയുടെ സംഗീത പരിപാടി നടക്കുന്നത്. അതേപോലെ ആൻഡ്രിയ ജെർമിയ എത്തുന്നു ഇത്തിസലാത്ത് അക്കാദമിയിൽ. ഈ മാസം 26 വരെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് ദുബൈയിലേക്ക് എത്തുന്നത്. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. എന്തായാലും ഷിനോജാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പൊടിപൊടിക്കുകയാണ് പ്രവാസികൾ. ദീപാവലി ആഘോഷങ്ങൾ ഏതാണ്ട് 10 ദിവസത്തോളം നീളുന്ന ദീപാവലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. നമുക്കിനി പ്രവാസ ലോകത്തു നിന്നുള്ള മറ്റ് റിപ്പോർട്ടുകളിലേക്ക്, വാർത്തകളിലേക്ക് പോകാം. 4 വർഷത്തിനിടെ ഖത്തർ നൽകിയത് ഏകദേശം $5 ബില്യൺ വിദേശ ധനസഹായം. സഹായത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത് അവികസിത രാജ്യങ്ങളിലായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലാണ് രാജ്യം ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവച്ചത്. 2020 മുതൽ 2024 വരെ $4.8 ബില്യൺ സഹായമാണ് ഖത്തർ വിദേശ രാജ്യങ്ങൾക്കായി നൽകിയത്. UN പൊതുസഭയിൽ സംസാരിക്കവേ ഖത്തർ പ്രതിനിധി ദാന ബിന്ത് യൂനിസ് ദാർവിഷാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവച്ചത്. സഹായധനത്തിൻ്റെ 90% ദരിദ്ര രാഷ്ട്രങ്ങളുടെ വികസനത്തിനാണ് നൽകിയതെന്ന് അവർ വ്യക്തമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് ഫണ്ടിൻ്റെ 64% ചെലവഴിച്ചത്. ഇതിൽ 60 രാഷ്ട്രങ്ങളിലെ 1 കോടി കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന എഡ്യൂക്കേഷൻ എബോ ആൾ പദ്ധതിക്കായിരുന്നു കൂടുതൽ പങ്കും നീക്കിവെച്ചത്. സുസ്ഥിര വികസന മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ രൂപവൽക്കരിച്ച UN ആക്സിലറേറ്റർ ലാബ്സ് ഇനിഷ്യേറ്റീവിന്റെ പ്രധാന നിക്ഷേപക രാഷ്ട്രമാണ് ഖത്തറെന്നും ദാന ബിന്ത് യൂനിസ് ചൂണ്ടിക്കാട്ടി. $3 കോടി സംരംഭത്തിനായി രാജ്യം നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇ പാസ്പോർട്ട് വിതരണം ആരംഭിച്ചു. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ആദ്യത്തെ ഇ പാസ്പോർട്ട് ആയിഷ റുമാനിന് കൈമാറി. മെച്ചപ്പെട്ട സുരക്ഷ, വേഗത്തിലുള്ള പരിശോധന എന്നിവയാണ് പുതിയ ഇ പാസ്പോർട്ടിന്റെ പ്രധാന സവിശേഷതകൾ. ലോകത്തെ വിവിധ എയർപോർട്ടുകളിലെ ഇ ഗേറ്റ് സംവിധാനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനും ഡിജിറ്റൽ പാസ്പോർട്ടുകൾ സഹായകമാകും. ചിപ്പ് ഘടിപ്പിച്ച ആധുനിക പാസ്പോർട്ടായ ഇ പാസ്പോർട്ടിൽ പേര്, വിലാസം, ജനനതീയതി, ഫോട്ടോ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടും. കുവൈറ്റ് വിസ പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 2.35 ലക്ഷം വിസിറ്റ് വിസകൾ വിതരണം ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ ടൂറിസം മേഖല വളർത്തുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് സന്ദർശന വിസ നിയമങ്ങൾ ഉദാരമാക്കിയത്.
കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച കുവൈറ്റ് വിസ പ്ലാറ്റ്ഫോമിലൂടെ നേരത്തെയുള്ള നിയന്ത്രണങ്ങളില്ലാതെ എല്ലാ രാജ്യക്കാർക്കും വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. ഓരോ ഗവർണറേറ്റിലെ ഇമിഗ്രേഷൻ വകുപ്പും ദിവസേന ഏകദേശം 1000 വിസിറ്റിംഗ് വിസകളാണ് അംഗീകരിക്കുന്നത്. ടൂറിസം വളർത്താനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുമാണ് പുതിയ നടപടികൾ ലക്ഷ്യമിടുന്നത്. സന്ദർശകർക്ക് ടൂറിസ്റ്റ്, ബിസിനസ്, ഫാമിലി തുടങ്ങിയ വിസകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. 4ാം ഡിഗ്രി ബന്ധുക്കൾക്കും വിസ ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും അവരുടെ സ്പോൺസർമാരെയും നാടുകടത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. GCC നിവാസികളിൽ മാനേജർമാർ, ഡോക്ടർമാർ തുടങ്ങിയ ചില തൊഴിൽ വിഭാഗങ്ങൾക്ക് മാത്രമേ ഓൺ അറൈവൽ വിസ ലഭിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ടൂറിസ്റ്റ്, ഫാമിലി, ഗവൺമെന്റ്, ബിസിനസ് വിസകൾക്കായി ഔദ്യോഗിക കുവൈറ്റ് വിസ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ്. ഒമാനിൽ റോഡ് അപകടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ ശിക്ഷാ നടപടിയുണ്ടാകുമെന്ന് റോയൽ ഒമാൻ പോലീസ്. റോഡ് അപകടങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ ശ്രമിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുന്ന നിയമം ഒമാൻ അവതരിപ്പിച്ചിരുന്നു. അടുത്തിടെ അൽ-ഉസ്ത ഗവർണിൽ നടന്ന ബസ് അപകടത്തിൽ മരിച്ചവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഏഷ്യൻ പ്രവാസിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾക്ക് ROP കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റോഡ് അപകടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ നിന്നും പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ ശിക്ഷാ നടപടിയെന്നാണ് റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ROP കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് പൊതുമര്യാദയുടെ ലംഘനമാണെന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ സാഹചര്യം പരിഗണിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് പരിക്കേറ്റവരുടെ ദൃശ്യങ്ങൾ കണ്ട് ഉറ്റവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ ശ്രമിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുന്ന നിയമം ഒമാൻ അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിൽ ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്തിയിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇനി 70 ദിനാർ പിഴ ലഭിക്കും. വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗം ഗതാഗത നിയമലംഘനമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മൊബൈൽ ഉപയോഗം ഡ്രൈവറുടെ ശ്രദ്ധ കുറയ്ക്കുകയും ഗതാഗത തടസ്സത്തിനും അപകട സാധ്യതയ്ക്കും കാരണമാകുമെന്നും അധികൃതർ അറിയിച്ചു. നിരീക്ഷണ ക്യാമറകളിലൂടെ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതായും വ്യക്തമാക്കി. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർമാർ ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് സൗദി പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 5 ലക്ഷം റിയാൽ വരെ പിഴയും 1 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും. സമൂഹ മാധ്യമങ്ങളിലും മറ്റും ആളുകളെ അപമാനിക്കുന്ന വിധത്തിൽ പോസ്റ്റ് ഇടുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഈ ശിക്ഷ ബാധകമാകും. സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതുമായ പോസ്റ്റ് ഇടുന്നവർക്കാണ് സൗദി പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. ഇത്തരം ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും അവ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതും ശക്തമായ ശിക്ഷ ലഭിക്കുന്ന സൈബർ കുറ്റകൃത്യമായി കണക്കാക്കും. 5 ലക്ഷം റിയാൽ വരെ പിഴയും 1 വർഷം വരെ തടവും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നോ ശിക്ഷ ലഭിക്കുന്ന നിയമലംഘനമാണിത്. ഇത്തരം പോസ്റ്റുകളിൽ മോശം കമന്റുകൾ നൽകുന്നവർക്കും ഈ ശിക്ഷ ബാധകമാകും. മറ്റൊരാളുടെ സ്വകാര്യതയെയോ വ്യക്തിത്വത്തെയോ അപമാനിക്കും വിധം മൊബൈൽ ഫോണുകളും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും ദുരുപയോഗം ചെയ്യുന്നവർക്കും സമാനമായ ശിക്ഷ ലഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. രാജ്യത്തെ ഡിജിറ്റൽ അന്തരീക്ഷം സുരക്ഷിതമാക്കുന്നതിന്റെയും ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായാണ് സൈബർ നിയമങ്ങൾ കർശനമാക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാനൊരുങ്ങി ഖത്തർ. മലയാളോത്സവം 2025 എന്ന പേരിൽ മുഖ്യമന്ത്രിക്കായി സ്വീകരണമൊരുക്കും. പരിപാടിക്ക് മുന്നോടിയായി പ്രവാസി കൂട്ടായ്മകൾ ദോഹയിൽ യോഗം ചേർന്നു. ഒക്ടോബർ 30-നാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം. വൈകിട്ട് 6 മണി മുതൽ അബുഹമൂറിലെ ഐഡിയൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് മലയാളോത്സവം പരിപാടി അരങ്ങേറുക. ലോക കേരള സഭ, മലയാളം മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ വിജയത്തിനായി നോർക്ക റൂട്ട്സ് ഡയറക്ടർ CV റപ്പായി ചെയർമാനായും കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ EM സുധീർ ജനറൽ കൺവീനറുമായും സംഘാടക സമിതി രൂപവൽക്കരിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും പൗരപ്രമുഖരും അടങ്ങുന്നതാണ് സമിതി. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ അശോക ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു സമിതി രൂപവൽക്കരണം. JK മേനോൻ, ഡോക്ടർ മോഹൻ തോമസ്, താഹ അബ്ദുൽ കരീം, AP മണികണ്ഠൻ, EP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, ദോഹ.
വഖഫിലേക്ക് സംഭാവന ചെയ്യുന്നവർക്ക് ദുബായിൽ ഗോൾഡൻ വിസ. നിലവിൽ റെസിഡന്റ് വിസയുള്ളവരെയും അല്ലാത്തവരെയും പരിഗണിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നവരിൽ നിന്ന് അർഹരായവരെ ഔഖാഫിന്റെ സമിതി തെരഞ്ഞെടുക്കും. കുവൈറ്റിൽ അൽസൂർ ഖലീജ് സ്ട്രീറ്റുകൾ ഭാഗികമായി അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഷെറാട്ടൺ റൌണ്ട് അബൌട്ടിൽ നിന്ന് നാഷണൽ അസംബ്ലി ഇന്റർസെക്ഷൻ വരെ നീളുന്ന അൽസൂർ സ്ട്രീറ്റിന്റെയും ഗൾഫ് റോഡിന്റെയും ഭാഗങ്ങൾ ഞായറാഴ്ച രാവിലെ 6 വരെ ഭാഗികമായി അടച്ചിടും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വാഹനമോടിക്കുന്നവർ ബദൽ വഴികൾ ഉപയോഗിക്കാനും ട്രാഫിക് അടയാളങ്ങൾ പാലിക്കാനും വകുപ്പ് അഭ്യർത്ഥിച്ചു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് നിയന്ത്രണമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇൻകാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. മാവേലി വീട് 2025 എന്ന പേരിലായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ശ്രീ കരൺവീർ സിംഗ് ചൌഹാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക കേരള സഭാ മെമ്പർ ഡോക്ടർ ജയരത്നകുമാർ, സാഹിത്യകാരി ശ്രീമതി അജിത മലയാലപ്പുഴ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ കലാപരിപാടികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. സാംസ്കാരിക സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലക്കുടി എംപിയുമായ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് മാത്യു, തുമ്പുങ്കൽ, നൌഫൽ പൊന്നാനി, സിദ്ദിഖ് ഹസൻ, അനീഷ് കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്കകളും അപാകതകളും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഉടൻ തയ്യാറാകണമെന്ന് പ്രവാസി വെൽഫെയർ ഒമാൻ കേന്ദ്ര സമിതി ആവശ്യപ്പെട്ടു. പ്രവാസികൾക്ക് പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ പദ്ധതിയെ വികസിപ്പിക്കണമെന്നും പല സുപ്രധാന കാര്യങ്ങളിലും വ്യക്തതയില്ലാതെയാണ് സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നതെന്നും പ്രവാസി വെൽഫെയർ ചൂണ്ടിക്കാട്ടുന്നു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ട് മാജിക്, മെലഡി മിഷൻ എന്നീ ആശയങ്ങളോടെ M-Cube പരിപാടിയുമായി ഗോപിനാഥ് മുതുകാട്. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോകോത്തര മാതൃകയിൽ കാസർഗോഡ് നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ പൂർത്തീകരണത്തിനായി നടത്തുന്ന പരിപാടി ഫെബ്രുവരി 6-ന് ഒമാനിൽ നടക്കും. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഖത്തറിലെ നസീം ഹെൽത്ത് കെയർ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കാൻ വാക്ക് വിത്ത് നസീം എന്ന പേരിൽ ആസ്പെയർ പാർക്കിലായിരുന്നു പരിപാടി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 480-ലേറെ പേർ വാക്കത്തോണിൽ പങ്കാളികളായി. സ്ഥാനാർബുദത്തെക്കുറിച്ചും അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനെക്കുറിച്ചും അവബോധം വളർത്തുകയായിരുന്നു ലക്ഷ്യം. പ്രത്യേക വർക്ക്ഔട്ട് സെഷനും ഒരുക്കിയിരുന്നു. വാർത്തയിലേക്ക്. കുവൈറ്റിൽ നിന്നുള്ള യാത്രക്കാരൻ സ്വർണവുമായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ പിടിയിൽ. ഹൈദരാബാദിലെ ശംഷാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് യാത്രക്കാരനെ തടഞ്ഞത്. കുവൈറ്റ് ഹൈദരാബാദ് വിമാനത്തിലെത്തിയ ഇയാളിൽ നിന്ന് 7 സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ മൊത്തം മൂല്യം ഏകദേശം 2.37 കോടി രൂപയാണെന്ന് അധികൃതർ അറിയിച്ചു. ബാഗേജിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത്. പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് DRI ഹൈദരാബാദ് സോണൽ യൂണിറ്റ് ഓപ്പറേഷൻ നടത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. ഒമാനിലെ സയൻസ് ടെക്നോളജി ഇന്നൊവേഷൻ മേളയ്ക്ക് ഇന്ത്യൻ സ്കൂൾ ബൌഷറിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ മുഴുവൻ ഇന്ത്യൻ സ്കൂളുകൾക്കും പുറമെ ഇന്റർനാഷണൽ സ്കൂളുകളും പങ്കെടുക്കും. റോബോട്ട്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്ന തീം അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടിക്സ് ചാലഞ്ച്, സയൻസ് ഓൺ സ്റ്റേജ്, ശാസ്ത്ര ക്വിസ് തുടങ്ങി നിരവധി മത്സരങ്ങളുമുണ്ട്. ഗ്രേഡ് 1 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികളെ വിവിധ വിഭാഗങ്ങളിലായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക. ചായ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. പലർക്കും ദിവസം 2 ചായയെങ്കിലും ഇല്ലാതെ പറ്റില്ല. പ്രവാസ ലോകത്തെത്തിയപ്പോൾ പലർക്കും ചായയിലെ നാട്ടുരുചി കിട്ടാക്കനിയായി. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ കടൽ കയറി. പിന്നെ നടന്നത് ചരിത്രമാണ്. പ്രവാസ ലോകത്ത് ഹിറ്റാവുന്ന ബ്രാൻഡുകളും സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഉൽപ്പന്നം പ്രവാസ ലോകത്ത് ഭയങ്കര ഹിറ്റാണ്. അതാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ. കറക് ചായ, ഇഞ്ചി ചായ, ദം ചായ, തന്തൂരി ചായ
അങ്ങനെ നിറവും രുചിയും മാറ്റി നിരവധി വൈവിധ്യങ്ങളിൽ പലവിധ ചായകൾ ഗൾഫിലുണ്ട്. അപ്പോഴും മലയാളികൾ കാത്തിരുന്ന ചായ എത്തിയില്ല. അവിടെയാണ് സമോവർ ചായയുടെ കടന്നുവരവും കൂണുപോലെ ചായക്കടകൾ രൂപം കൊണ്ടത്. അടിച്ചായ നമ്മുടെ നാട്ടിലായിരുന്നു പണ്ട് ഭയങ്കര ഫേമസ്. ഇപ്പം വന്ന് അതെല്ലാം കൂടി ഗൾഫ് രാജ്യത്തേക്ക് ചേക്കേറിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം ഗൾഫ് രാജ്യത്ത് ഏത് കടകൾ നോക്കിയാലും ഇപ്പം അടിച്ചായൻ്റെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അറബികളിപ്പം മീറ്റർ ചായ മോക്കുമെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന ചായ ഉണ്ട്, മീറ്റർ 1 മീറ്റർ 2 മീറ്റർ എന്നുള്ള കണക്കിൽ ഇങ്ങനെ പറയുകയാണ് അറബികളും. അവരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടിച്ചായ. കേരളത്തിൽ നിന്നെത്തിയ സമോവറുകൾ മലയാളിയുടെ നാട്ടുരുചിയിലേക്ക് അവരെ തിരികെ നടത്തിച്ചു. അങ്ങനെ കടുപ്പത്തിലും മീഡിയത്തിലും വെള്ളം കുറച്ചും പാൽ കുറച്ച് പഞ്ചസാര കൂട്ടിയും അടിച്ചും അടിക്കാതെയും സമോവറുകൾ മലയാളിയുടെ മനം നിറച്ചു. ഇവ സ്വദേശികൾക്കും പ്രിയപ്പെട്ടതായി. ചായക്കാരന്റെ കൈപുണ്യത്തിൽ ചിലയിടങ്ങളിൽ കച്ചവടം പൊടിപൊടിച്ചു. شاي ما شاء الله عليه يعني ما في شيء اسمه مشكله في الشاي ولا اكله بعد نفس الشيء الحمد لله اموره طيبه. അടിച്ചായ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. സമോവറാണ് ഇതിൽ പ്രധാനം. ചായ അരിക്കാനുള്ള തുണി അരിപ്പ വരെ നാട്ടിൽ നിന്ന് ആവശ്യത്തിന് കൊണ്ടുവരുന്നവരുണ്ട്. ഞാനും ഒമാനിൽ വന്നിട്ട് 10-30 വർഷത്തോളമായി. 95 വന്നിട്ടുണ്ട് ഒമാനിൽ. ആ സമയത്തെല്ലാം ഇവിടെ പത്തി ചായയാണ്, ലിപ്റ്റൻ്റെ പത്തി ചായയാണ്. ഗ്ലാസ്സിൽ സ്പൂണും പത്തി ഇട്ടിട്ട് തരതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2-3 വർഷത്തിൻ്റെ മേലെയായി ഇവിടെ ട്രെൻഡായിരിക്കുന്നത് പിന്നെ സമാവർ ടീ ആണ്. ഈ സമാവർ ടീക്ക് വേണ്ടിയിട്ട് സമാവറിൻ്റെ സാധനം ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിച്ച് പിച്ചളയുടെ ഉണ്ടാക്കിച്ച് കൊണ്ടുവരും. അതിനകത്താകുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ അതിൻ്റെ സാധനങ്ങളും സഞ്ചികളും അതെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും. ഓരോരുത്തർ ഓരോ പ്രാവശ്യം ലീവിന് പോകുമ്പോൾ അതെല്ലാം വീണ്ടും കൊണ്ടുവരും. സമോവർ ചായ, മീറ്റർ ചായ എന്നീ പേരുകൾ കൂടി അടിച്ചായക്കുണ്ട്. ഒമാനിൽ കോഫി ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റുകളിലും മുതൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ വരെ ചായപ്രേമികൾക്കായി അടിച്ചായ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടങ്ങളെല്ലാം ചായപ്രേമികളുടെ വലിയ തിരക്കുമുണ്ടാകും. മലയാളി തൻ്റെ ഇഷ്ടം കൂടി ചിലപ്പോൾ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവരും. ആ ഇഷ്ടം പിന്നെ പ്രവാസ ലോകത്തും ഭയങ്കര ഹിറ്റായി മാറും. മസ്കത്തിൽ നിന്നും അലിക്കുട്ടായി, മീഡിയ വൺ. ലോകകപ്പ് യോഗ്യത നേടിയ സന്തോഷത്തിൽ ഗസയ്ക്ക് സഹായം പ്രഖ്യാപിച്ച ഖത്തർ ഗോൾ കീപ്പർ മഹമ്മദ് അബൂനദ. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് അബൂനദയുടെ സഹായ പ്രഖ്യാപനം. ക്യാപ്റ്റൻ ഹസൻ അൽ ഹൈദോസിന്റെ മാതൃക പിന്തുടർന്ന് ഗസയിലെ ആശുപത്രി നിർമ്മാണത്തിൽ താനും പങ്കാളിയാകുമെന്നാണ് ഖത്തർ ഗോൾ കീപ്പർ അറിയിച്ചത്. ഏഷ്യയിലെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം സൗദി ടീം നായകൻ സാലിം അൽ ദോസരിക്ക്. ഖത്തറിന്റെ അക്രം അഫീഫിനെയും മലേഷ്യയുടെ ആരിഫ് ഐമാനെയും മറികടന്നാണ് ദോസരിയുടെ നേട്ടം. സൗദി ദേശീയ ടീമിലെയും അൽ ഹിലാൽ ക്ലബിലെയും മികച്ച പ്രകടനമാണ് താരത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇത് 2ാം തവണയാണ് സാലിം ഏഷ്യയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. റിയാദിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇനി മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈറ്റ് ഹൈവേയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് സ്ത്രീയെ ഉപദ്രവിച്ച ഡ്രൈവർ അറസ്റ്റിൽ. പ്രതിയുടെ നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തൽ. ഒമാനിലെ ഓൺലൈൻ ടാക്സി കമ്പനികൾ അനുമതിയില്ലാതെ നിരക്ക് കൂട്ടരുതെന്ന് ഗതാഗത മന്ത്രാലയം. 2018 നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. അബുദാബിയിൽ AI പാർക്കിംഗ് സംവിധാനം വരുന്നു. കോൺടാക്ട് ലെസ് എക്സിറ്റ് സംവിധാനം സൗരോർജ്ജത്തിൽ. UAEയിൽ പ്രതിദിനം 2 ലക്ഷം സൈബർ ആക്രമണം. 3-1 സർക്കാർ സ്ഥാപനങ്ങളിൽ. സൗദിയിലെ ഹദീസ അതിർത്തിയിൽ 5000-ഓളം ക്യാപ്സിക്കൻ ലഹരി ഗുളിക പിടികൂടി. 4 പേർ അറസ്റ്റിൽ. സൗദി പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പത്തിൽ സംസം വാങ്ങാം. നുസ്ക് ആപ്പ് വഴിയുള്ള സേവനം ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർത്തകളിലേക്ക്. സൗദിയിലെ ഹൈവേകളുടെ നമ്പർ മാറും. നമ്പറുകൾ നൽകുന്നതിന് പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തിയതായി ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. റോഡുകളുടെ ദിശ, ആരംഭ അവസാന പോയിന്റുകൾ എന്നിവ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളും നമ്പറുകളും സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.